എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മർദാനി 3, ബസൂക്ക, വിലായത്ത് ബുദ്ധ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ അവർ പുതിയതായി ഒരു കുടുംബത്തോടെ ജീവിക്കുന്നതും പുതിയ ശക്തമായ ക്ലാൻ ആയ ഒരു ഫയർ ആഷ് പീപ്പിൾ എത്തുന്നതുമാണ് കഥ പറഞ്ഞു പോകുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 31 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവതാർ ഫയർ ആൻഡ് ആഷിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വന്ത് 2 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ ജയിലിലാണ് നടക്കുന്നത്. മഞ്ജു എന്ന സ്ത്രീ ഒരു കൊലപാതക കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 3 വന്ത് 2ന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഹേ ബൽവത്ത് എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമ മകൻ തന്റെ അച്ഛനെ വളരെ വലിയ ആളായി കാണുന്നു. പക്ഷെ പിന്നീടാണ് യഥാർത്ഥ സത്യങ്ങളൊക്കെ ആ ഒരു മകൻ അറിയുന്നത്. ഈ ഒരു കഥയെ പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. C5-ലായിരിക്കാം ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓ റോമിയോ എന്ന സിനിമയെ പറ്റിയാണ്. ഷാഹിദ് കപൂർ, പൂജ ഹെഗ്ഡെ എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. മാർച്ച് 27 ഓ റോമിയോയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വിഷ്ണു വിനായസം എന്ന സിനിമയെ പറ്റിയാണ്. ഒരു യുവാവിന്റെ ജീവിതത്തിൽ ജാതകം അനുസരിച്ച് പോകുന്ന കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ആമസോൺ പ്രൈം ആണ്. മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കൈബ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ തൻവീറ, മേഘ ഷെട്ടി എന്നിവരാണ് പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത്. 1980-കളിൽ ബാംഗ്ലൂരിലെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. C5-ൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യവാരം തന്നെ ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ പറ്റിയാണ്. ബസൂക്കയിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ്. എന്നിട്ടും ഈ ഒരു സിനിമയുടെ OTT ഇതുവരെയായി റിലീസ് ചെയ്തിട്ടില്ല. വിഷുവിന് ഈ ഒരു സിനിമ സ്പെഷ്യലായി OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. വിലായത്ത് ബുദ്ധയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് പൃഥ്വിരാജ് ആണ്. അവർ ഈ ഒരു സിനിമയുടെ OTT മാർച്ച് അവസാനം റിലീസ് ചെയ്യാൻ പോകുന്നില്ല. ഏപ്രിൽ ആദ്യവാരം അല്ലെങ്കിൽ വിഷുവിന് ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കാത്താൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. മാർച്ച് 27 ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് വലതുവശത്തെ കള്ളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ ബിജു മേനൻ, ജോജു ജോർജ്, ലിന എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് മനോരമ മാക്സ് ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മസ്തിഷ്ക മരണം എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയുടെ OTT ഇപ്പോൾ വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായി വരുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഒരു പ്രശസ്തയായ സ്ത്രീ ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെടുന്നതും സോഷ്യൽ മീഡിയയും ലോകവും അവളുടെ ജീവിതത്തിൽ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നതും 2046 നടക്കുന്ന കഥയാണ് പറഞ്ഞു പോകുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.